തിരുവനന്തപുരം വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിനെതിരെ വളരെ ശക്തമായ സമരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ആ സമരം തുടർന്നു വരികയാണ്. തിരുവനന്തപുരം വിമാനത്താവളം നടത്തിപ്പ് അദാനിക്ക് നൽകിയതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. തിരുവനന്തപുരം വിമാനത്താവളം അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് മാത്രമായിട്ട് ആ വിമാനത്താവളം വികസിപ്പിക്കാൻ കഴിയും. സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണം ഇല്ലാതെ ആര് വന്നാലും ആ വിമാനത്താവളം വികസിപ്പിക്കാൻ കഴിയും. ഈ വാർത്തകൾ മറ്റു മലയാളികൾ എളുപ്പം മറന്നാലും തിരുവനന്തപുരം നിവാസികൾ അത്ര വേഗം മറക്കില്ലെന്നത് ഉറപ്പാണ്. ഈ സമരവും അന്നത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാടും ശരിയാണെന്ന് ഇന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. 2021 സംസ്ഥാന ഇടതുപക്ഷ സർക്കാരിൻ്റെ ശക്തമായ എതിർപ്പ് തള്ളിക്കൊണ്ട് BJPയുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് 50 വർഷത്തേക്ക് തീരെഴുതുന്നത്. കൊച്ചി വിമാനത്താവള മോഡലിൽ സിയാൽ പോലൊരു കമ്പനി രൂപീകരിച്ച് എയർപോർട്ട് ഏറ്റെടുക്കാൻ ഇടതുപക്ഷ സർക്കാർ ആവുന്നത് ശ്രമിച്ചെങ്കിലും കേന്ദ്രം അദാനിക്ക് തിരുവനന്തപുരം വിമാനത്താവളം കൈമാറുകയായിരുന്നു. കേരളത്തിലെ കോർപ്പറേറ്റ് ദാസന്മാരായ മുഴുവൻ മാധ്യമങ്ങളും അന്ന് അദാനിക്ക് വേണ്ടി ഓടി നടന്ന് പ്രചരണം നടത്തി. അദാനി വരുന്നതോടെ തിരുവനന്തപുരം വിമാനത്താവളം വേറെ ലെവലാകും എന്നായിരുന്നു അന്ന് അദാനി ഫാൻസ് പാവപ്പെട്ട തിരുവനന്തപുരം നിവാസികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. എന്നാൽ അദാനി വിമാനത്താവളം ഏറ്റെടുത്ത 3 വർഷം പിന്നിടും മുമ്പ് ആദ്യത്തെ 8ന്റെ പണി 50% നിരക്ക് വർധനയുടെ രൂപത്തിലെത്തി. 2024 അദാനി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ യൂസർ ഡെവലപ്മെന്റ് ഫീ 50% വർദ്ധിപ്പിച്ചത്. വരും വർഷങ്ങളിലും ആനുപാതികമായ വർധന ഉണ്ടാകുമെന്നുകൂടി അന്ന് അദാനി പ്രഖ്യാപിച്ചതോടെ പെട്ടുപോയത് പാവം പ്രവാസികളടക്കമുള്ള സാധാരണ വിമാനയാത്രികരാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന കൊച്ചി എയർപോർട്ടിൽ ഇതേ ഫീസ് അദാനിയുടെ നിരക്കിനേക്കാൾ 30 മുതൽ 40% വരെ കുറവാണ് എന്നുകൂടി പറഞ്ഞാലേ എത്ര വലിയ കൊള്ളയ്ക്കാണ് അദാനി തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാവുകയുള്ളൂ. പക്ഷേ അദാനിക്ക് വേണ്ടി ഓവർ ടൈം പണിയെടുത്ത ഒറ്റ മാധ്യമങ്ങളും ഈ 50% നിരക്ക് വർധനയുടെ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല. എന്നാൽ അതേ സാക്ഷാൽ അദാനിയുടെ തിരുവനന്തപുരം വിമാനത്താവള കമ്പനിയെ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കൊച്ചി വിമാനത്താവള കമ്പനിയായ സിയാൽ ബഹുദൂരം പിന്നിലാക്കിയിരിക്കുകയാണ്. ആഭ്യന്തര യാത്രികരുടെ കാര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളം -10.6 വളർച്ചാ മുരടിപ്പ് രേഖപ്പെടുത്തിയ അതേ കാലയളവിൽ കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കൊച്ചി എയർപോർട്ട് 4.3% വളർച്ച രേഖപ്പെടുത്തി. രാജ്യത്തെ 8ാമത്തെ തിരക്കേറിയ വിമാനത്താവളമായിരുന്ന കൊച്ചി ഈ വർഷം ഏപ്രിൽ ജൂലൈ കാലയളവിൽ അന്താരാഷ്ട്ര യാത്രികരുടെ കാര്യത്തിൽ രാജ്യത്ത് 5ാമതായി മാറി. അദാനി ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന തിരുവനന്തപുരം വിമാനത്താവളത്തേക്കാൾ കുറഞ്ഞ നിരക്കുകൾ തന്നെയാണ് വിമാനയാത്രികരുടെ പ്രിയപ്പെട്ട ചോയ്സായി കൊച്ചിയെ മാറ്റുന്നത്. അതായത് 2021 ഇടതുപക്ഷ സർക്കാർ കൊച്ചി മോഡലിൽ തിരുവനന്തപുരം വിമാനത്താവളവും ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇന്ന് കൊച്ചി വിമാനത്താവളത്തിനുണ്ടായ വളർച്ച തിരുവനന്തപുരം വിമാനത്താവളത്തിനും ഉണ്ടാകുമായിരുന്നു എന്ന് മാത്രമല്ല, അദാനി നടപ്പാക്കിയതുപോലെ കുത്തനെയുള്ള 50% നിരക്ക് വർധനവ് ഉണ്ടാകുകയുമില്ലായിരുന്നു എന്നർത്ഥം. എന്തായാലും ഈ വാർത്തകൾ കൃത്യമായി മുക്കുന്ന അദാനി സ്നേഹികളായ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു നല്ല നമസ്കാരം പറയാതെ വയ്യ.